ഹലോ ചെങ്ങന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാനുള്ളതേ നമ്മളെ മൈസൂർ വൃന്ദാവനിലാണ്. മൈസൂർ ടൗണിൽ നിന്ന് 10-12 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് ഉണ്ട് ഒരു അടിപൊളി സ്ഥലം, മൈസൂർ വൃന്ദാവൻ ഗാർഡൻ. പ്രതിവർഷം ഇവിടുത്തെ ഏകദേശം കണക്ക് പ്രകാരം ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു അടിപൊളി ഗാർഡനാണിത്. പക്ഷെ ഞാൻ പോയ സമയത്ത് ഇവിടെ അധികം ആളുകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പറയുമ്പോൾ. ഞാൻ പോയതേ നമ്മുടെ പെരുന്നാളിന്റെ പിറ്റേ ദിവസമാണ്. എന്നിട്ട് പോലും ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അത് മാത്രമല്ല, ഞാൻ ഇതിന്റെ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ പോയതാണ്. അന്നത്തെ ആ ഒരു പ്രൗഢിയൊന്നും ഇപ്പൊ ഇല്ല എന്ന് വേണം സത്യം പറഞ്ഞത്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഈ കർണാടക മൈസൂർ ടൗണിൽ തന്നെയുള്ള മൈസൂർ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം പോയാൽ നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു അടിപൊളി സൈറ്റ് ആയിരുന്നു, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. പക്ഷെ ഇവരെന്താന്നറിയില്ല, ഇപ്പൊ കുറച്ച് ഈ സമയത്ത് ഞാൻ പോയപ്പോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു എന്താ ഒരു ശോഷിപ്പ് പോലെ, എന്താ പറയാ, പഴയ പ്രൗഢി നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയേറെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്ന ഇത്രയും നല്ലൊരു പ്ലേസ് എന്താണ് ഇവർ ഇങ്ങനെ ആക്കി വെച്ചത് എന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. നല്ലൊരു അടിപൊളി സൈറ്റാണ്, ഏക്കർ കണക്കിന് വിസ്തൃതിയിലുള്ള നല്ല സൂപ്പർ ഒരു ഗാർഡൻ തന്നെയാണ് ഈ വൃന്ദാവൻ ഗാർഡൻ എന്നുള്ളത്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി വാട്ടർ ഡാൻസും അതും ഇതും ബോട്ടിങ്ങും എല്ലാമായിട്ട് നല്ല സൂപ്പർ ഇതുണ്ടോ. ഞാൻ അവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണി സമയത്താണ് വൈകുന്നേരം. പക്ഷെ എന്നിട്ടും അവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ സമയത്ത് അവിടെ ഉള്ളൂ. അത് പെരുന്നാൾ പിറ്റേന്ന് നല്ല ഒരു വെക്കേഷൻ സമയമാണ്. അതുപോലെ ഒരു ജനങ്ങളൊക്കെ വരുന്ന ഒരു സമയത്ത് പോലും ഇവിടെ ആരെയും കാണുന്നില്ല. ഞാൻ ചോദിക്കുകയും ചെയ്തിട്ട് അവിടുത്തെ ഗാർഡനോട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താ അവർ പറഞ്ഞു ഇനി വർക്ക് നടക്കുന്നുണ്ട്, ഉഷാറാക്കി എടുക്കാനുള്ള പ്ലാനാണ്, അതാണ് ഇങ്ങനെയാണെന്നൊക്കെ അവരുടെ അഭിപ്രായത്തിൽ പറയുന്നത്. പെട്ടെന്ന് വർക്ക് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പഴയ വൃന്ദാവന്റെ ആ ഒരു ഇത് വരുന്നില്ല. നന്നാക്കി എടുക്കുമായിരിക്കും, കാരണം നല്ല ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്ലേസ് ആണല്ലോ കർണാടക, മൈസൂരിലെ. എന്തായാലും ഈ ഗാർഡനിലേക്ക് വരുന്നപ്പോ ഇപ്പോഴത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഇത് കുറച്ച് മുമ്പ് ഞാൻ ഏകദേശം പോയത് ഒരു 1.5 വർഷം മുമ്പ്, അന്ന് 50 രൂപനുള്ളായിരുന്നു ടിക്കറ്റ്. ടിക്കറ്റ് ചാർജ് ഒന്നും കൂടിയിട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല, 50 രൂപയാണ്. നല്ല ഐറ്റംസ്, ഫ്ലവേഴ്സും കാര്യങ്ങളും നല്ലൊരു ഗാർഡനൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ ചെറിയൊരു മന്ദപ്പുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഊട്ടിയിൽ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് തന്നെയാണ് വൃന്ദാവൻ ഗാർഡൻ. ഇവിടെ വരുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ആരെങ്കിലും കാണാത്തവരെ മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. ഇനി അവർ വർക്ക് നടക്കുന്നുണ്ട്, എല്ലാം ഉഷാറാക്കും, വാട്ടർ ഡാൻസിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. എല്ലാം ഉഷാറാക്കി എടുക്കുന്ന പറഞ്ഞത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുറച്ച് ശോഷിപ്പാണ്, എന്താ സംഭവം അവർ പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പൊ വർക്ക് ചെയ്ത് എല്ലാം പഴയ രീതിയിലേക്ക് തന്നെ, പഴയതിനേക്കാൾ ഉഷാറായി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മൈസൂർ പോകുന്നവർക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ് വൃന്ദാവൻ ഗാർഡൻ. ഞാൻ ഈ വീഡിയോ പറഞ്ഞു പോയ സമയത്തുള്ള അവിടുത്തെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഉഷാറാക്കി എടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.